ബോസ് മലയാളം സീസൺ 7 രാവിലെ ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് പി ആർ വർക്ക് ഉള്ളവരെയും പി ആർ വർക്ക് ഇല്ലാത്തവരെയും കുറിച്ച് പറയാനാണ്. അപ്പോൾ ബിന്നി പറഞ്ഞത് അനിമോളെയായിരുന്നു 16 ലക്ഷം രൂപ പി ആർ വർക്ക് കൊടുത്തിട്ടാണ് അനിമോൾ വന്നിരിക്കുന്നതെന്നാണ്. അപ്പം ബാക്കി കണ്ടസ്റ്റൻസും അത് കേട്ടിട്ട് അനിമോളെ തന്നെയാണ് പറഞ്ഞത്. അനീഷുമൊക്കെ പറഞ്ഞത് അനിമോൾക്ക് നല്ല പി ആർ വർക്കുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അനിമോൾ വന്നിട്ട് പി ആർ വർക്കിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അനിമോൾ ആദ്യം അനിമോളുടെ ജീവിത സാഹചര്യം പറഞ്ഞു തുടങ്ങിയാണ്. വളരെ ഇമോഷണലായിട്ടാണ് അനിമോൾ സംസാരിക്കുന്നത്. കാരണം ഞാനൊരു സാധാ കുടുംബത്തിലെയാണ്, അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്, ഞങ്ങൾ വീടിപ്പോഴാണ് വെച്ചത്, അത് ചേച്ചിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി ഒരു ലോൺ എടുത്ത് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ കടം പോലും തീർന്നിട്ടില്ല. പിന്നെ ഞാനും വർക്ക് ചെയ്യുന്ന പൈസ എല്ലാം കൊണ്ടാണ് കടങ്ങൾ തീർക്കുന്നതും പിന്നെ വീട് കഴിയുന്നതും. അപ്പം ഞാൻ എങ്ങനെ ഇത്രയും ലക്ഷം രൂപ പി ആർ വർക്ക് കൊടുക്കാനാണ്? ഞാൻ പണക്കാരിയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ അനിമോൾ പറയുന്നത്. എന്നെ ബിഗ് ബോസ് കഴിഞ്ഞ വർഷമൊക്കെ വിളിച്ചതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് എനിക്ക് വരാൻ ഇത് കിട്ടിയത്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന അനിമോളെ ടാസ്കിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പം അനിമോൾ പിന്നെ പറയുന്നു ഇവിടെ അക്ബറിനും ആര്യനും എല്ലാവർക്കും പി ആർ വർക്കുണ്ട്. അക്ബറിനൊക്കെ ഉള്ള കാര്യം ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നു. പിന്നെ പി ആർ വർക്കിന് ഏറ്റവും കൂടുതൽ രൂപ കൊടുത്തിട്ടുള്ളത് ബിന്നിയാണ്. അതെന്നെ പറഞ്ഞുകൊണ്ടല്ല, അല്ലാതെ ഞാൻ അറിഞ്ഞതാണ്. ബിന്നി നല്ല പി ആർ വർക്കിന് പൈസ മുടക്കിയിട്ടുണ്ട് എന്ന് അനിമോൾ പറയുന്നുണ്ട്. അനിമോൾക്ക് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല, സെലിബ്രിറ്റിയാണ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ ബിന്നി കുത്തിത്തിരി പിന്നെ ഹസ്ബൻഡും വന്ന് പറഞ്ഞു കാണും അനിമോൾക്കാണ് കൂടുതൽ സപ്പോർട്ടെന്ന്. അതുകൊണ്ടൊക്കെ ബിന്നി ഇപ്പം ഇങ്ങനൊരു അനിമോൾക്കൊരു പാര പണിയായിരിക്കും. അല്ലാതെ ഇത്രയും ലക്ഷം രൂപ ഒന്നും പി ആർ വർക്ക് കൊടുത്തൊന്നും അനിമോൾ വരേണ്ട ആവശ്യമില്ല. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.